വിക്ടോറിയ കാജർ തിൽവേഗിന് 2024 വിശ്വസുന്ദരി പട്ടം. അപ്പോൾ വിശ്വസുന്ദരി പട്ടം വിക്ടോറിയ കാജർ തിൽവേഗിന്. മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ടി പത്മനാഭന്. അപ്പോൾ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സ്മാരക പുരസ്കാരം ടി പത്മനാഭന്. 4ാമത് നെഹ്റു സെക്കുലർ പുരസ്കാരം മുല്ലപ്പള്ളി രാമചന്ദ്രന്. 4ാമത് നെഹ്റു സെക്കുലർ പുരസ്കാരം മുല്ലപ്പള്ളി രാമചന്ദ്രന്. ഐ വി ദാസ് പുരസ്കാരം പ്രൊഫസർ എം ലീലാവതിക്ക്. ഐ വി ദാസ് പുരസ്കാരം എം ലീലാവതിക്ക്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരം പൊൻകുന്നം സൈദിന്. പൊൻകുന്നം സൈദിന്. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 2024 പുരസ്കാരം മലയാളിയായ പ്രൊഫസർ മഹ്മൂദ് കുറിയയ്ക്ക്. പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ 1 മിനിറ്റിനുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സർവോദയ സെൻട്രൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ദിതി എസ് നായർ. സംവിധായകൻ ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിന് 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം. പ്രഥമ പി വി ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ജ്ഞാനപീഠം ജേതാവ് ദാമോദർ മൗസയ്ക്ക്. പ്രഥമ പി വി ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ജ്ഞാനപീഠ ജേതാവ് ദാമോദർ മൗസയ്ക്ക്. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം നടി നിലമ്പൂർ ആയിഷയ്ക്ക്. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം നടി നിലമ്പൂർ ആയിഷയ്ക്ക്. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിൽ തുടങ്ങി. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി പ്രധാനമന്ത്രി. നൈജീരിയയുടെ 2ാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവും ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് എക്സലൻറ്റ് പ്രസിഡന്റ് ഇർഫാൻ അലിയും ഡൊമിനിയയുടെ പരമോന്നത ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ പ്രസിഡന്റ് സിൽവേനി ബർട്ടണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ അടുത്ത CAG ആയിട്ട് വരുന്നത്. കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ അടുത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി വരുന്നത്. ഉപമന്യു ചാറ്റർജിക്ക് ഇത്തവണ JCB സാഹിത്യ സമ്മാനം. അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് സമ്മാനം. ഉപന്യു ചാറ്റർജിക്ക് ഇത്തവണത്തെ JCB സാഹിത്യ സമ്മാനം. ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് സമ്മാനം. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം കാലിക്കറ്റ് FCക്ക്. ഫൈനലിൽ ഫോഴ്സ കൊച്ചിയെ തോൽപ്പിച്ചു. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം കാലിക്കറ്റ് FCക്ക്. ഫൈനലിൽ ഫോഴ്സ കൊച്ചിയെ തോൽപ്പിച്ചു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ചാമ്പ്യന്മാരായി. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ HS ചാമ്പ്യൻ സ്കൂളായി. സംസ്ഥാന സ്കൂൾ കായികോത്സവം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ചാമ്പ്യന്മാരായി. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ HSS ചാമ്പ്യൻ സ്കൂളായി. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം PR ശ്രീജേഷിന്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗോവയുടെ സ്നേഹൽ കൗത്തങ്കറും കശ്യപ് ബാക്ലെയും ചേർന്ന് 3ാം വിക്കറ്റിൽ 606 റൺസ് നേടി റെക്കോർഡിട്ടു. ജോഹന്നസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന 4ാം T20 ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയ 283 റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോറാണ്. ഈ മത്സരത്തിൽ ഇന്ത്യയുടെ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് 2ാം വിക്കറ്റിൽ നേടിയ 219 റൺസ് ലോക റെക്കോർഡാണ്. ഒരു കലണ്ടർ വർഷം T20യിൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായി സഞ്ജു. T20 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമായി ഇന്ത്യയുടെ തിലക് വർമ്മ. T20 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യ താരമായി ഇന്ത്യയുടെ തിലക് വർമ്മ. ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി വനിതാ ഹോക്കി കിരീടം ഇന്ത്യക്ക്. ഏഷ്യൻ
ചാമ്പ്യൻ ട്രോഫി വനിതാ ഹോക്കി കിരീടം ഇന്ത്യക്ക്. ബീവർ മൂൺ എന്നറിയപ്പെടുന്ന 2024 നാലാമത്തെയും അവസാനത്തെയും സൂപ്പർ മൂൺ നവംബർ 16 ആകാശത്ത് കാണാനായി. ബീവർ മൂൺ എന്നറിയപ്പെടുന്ന 2024 നാലാമത്തെയും അവസാനത്തെയും സൂപ്പർ മൂൺ നവംബർ 16 ആകാശത്ത് കാണാനായി. ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് തെളിമ. റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് തെളിമ. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സീ പ്ലെയിൻ സർവീസ്. സീ പ്ലെയിൻ കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളത്തെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സീ പ്ലെയിൻ. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങി. രാജ്യത്തെ മികച്ച സമുദ്രഭദ്ര സംസ്ഥാനമായി കേരളത്തെയും ജില്ലയായി കൊല്ലത്തെയും തിരഞ്ഞെടുത്തു. രാജ്യത്തെ മികച്ച സമുദ്രഭദ്ര സംസ്ഥാനമായി കേരളത്തെയും ജില്ലയായി കൊല്ലത്തെയും തിരഞ്ഞെടുത്തു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യഥാക്രമം രാഹുൽ മാങ്കൂട്ടത്തിലും UR പ്രദീപും വിജയിച്ചു. ജാർഖണ്ഡിൻ്റെ 14ാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റു. ജാർഖണ്ഡിൽ ഇപ്പോൾ ഹേമന്ത് സോറനാണ്. ഈ വർഷത്തെ അക്ഷര പുരസ്കാരം M. മുകുന്ദന്. പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോണുകൾ. ലോക മത പാർലമെൻറ്റ് നവംബർ 29-30 ഡിസംബർ 1 തീയതികളിലായി വത്തിക്കാനിൽ നടന്നു. ലോക മത പാർലമെൻറ്റ് നവംബർ 29-30 ഡിസംബർ 1 തീയതികളിൽ വത്തിക്കാനിൽ നടന്നു. സത്യജിത് റായിയുടെ പ്രശസ്ത ചലച്ചിത്രം പതേർ പാഞ്ചാലി, അതിലെ ദുർഗയെ അനശ്വരയാക്കിയ നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചു. പതേർ പാഞ്ചാലിയിലെ ദുർഗയെ അനശ്വരമാക്കിയ നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചു. മലയാള സിനിമയിൽ വില്ലനായും സ്വഭാവ നടനായും തിളങ്ങിയ മേഘനാഥൻ അന്തരിച്ചു. സാഹിത്യകാരനും നാടകകൃത്തുമായ ഓംശ്ശേരി NN പിള്ള അന്തരിച്ചു. വീരകേരളം എന്ന മഹാകാവ്യം എഴുതിയ കൈതക്കൽ മന ജാതവേദൻ നമ്പൂതിരി അന്തരിച്ചു. വീരകേരളം എന്ന മഹാകാവ്യം എഴുതിയ കൈതക്കൽ മന ജാതവേദൻ നമ്പൂതിരി അന്തരിച്ചു. പ്രശസ്ത കൂത്ത് കലാകാരൻ കവിയൂർ PN നാരായണ ചാക്യാർ അന്തരിച്ചു. പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ബ്രൈറ്റൻ ബാക്ക് അന്തരിച്ചു.